എനിക്ക് തോന്നുന്നത് ഈ ഒരു സാധനം ഇതൊരു കിഴങ്ങ് പോലാണ്. ഈ കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇവിടെ നമ്മുടെ നാട്ടിലെ കരിമ്പ് കൊണ്ട് പഞ്ചസാര ഉണ്ടാക്കുന്ന പോലെ തന്നെ ഷുഗർ ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം കൊണ്ടാണ്. ഇതിൻ്റെ ഒരു വലിയൊരു ഫാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഏരിയ മൊത്തം ഇത് യോർക്ക്ഷയറിൽ ഈ കമ്പനി ഉള്ളത്, അവരുടെ ഫാമാണിത്. ഷുഗർ ബീൻസ് എന്ന് പറഞ്ഞ ആ ഒരു ചെടി നമ്മുടെ സാധാരണ ഒരു ഏതാണ് കപ്പയൊക്കെ പോലെ മരച്ചീനിയൊക്കെ പോലെ തോന്നിക്കുന്ന ഇതാണ് സംഭവം. കിഴങ്ങ്, ചെറിയൊരു കിഴങ്ങ്. ഞാൻ ഇത്ര മാത്രമേ ഇളക്കിയെടുക്കുന്നുള്ളൂ. ഇതാ ഈ സംഭവം. ഇതിൽ നിന്നാണ് അവർ ശരിക്ക് ഇംഗ്ലീഷിൽ ഇവിടെ പഞ്ചസാര ഉണ്ടാക്കുന്ന സാധനം. നമുക്കിതൊക്കെ പുതിയ ഒരു അറിവാണ്. ഇതുവരെയും നമ്മളും നമ്മുടെ കരിമ്പിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു കാര്യം. നോക്കുക, സത്യം പറഞ്ഞാൽ നമ്മുടെ മരച്ചീനി ഉണ്ടല്ലോ, മരച്ചീനിയൊക്കെ പോലെ തന്നെ തോന്നിക്കുന്ന ആ ഒരു കിഴങ്ങ്. ഈ കിഴങ്ങാണ് ഷുഗർ ബീൻസായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്, ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാണിച്ചു തരാം. ഇതാണ്, ഞാൻ ഒരെണ്ണം ഇങ്ങനെ പറിച്ചു. ഇതാണ് ഈ ഷുഗർ കെയിൻ എന്ന് പറഞ്ഞ സംഭവം. കണ്ടല്ലോ, കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ചെടിയിരിക്കുന്നത്. ഇതുപോലെ ആണിത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ലക്ഷക്കണക്കിന് ഷുഗർ ബീൻസാണ് ഇവർ നട്ടു വെച്ചേക്കുന്നത്. നമ്മുടെ ഇത് കരിമ്പൊക്കെ നടുന്ന പോലെ തന്നെ ആണ്. ഞാൻ വലുതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഫീൽഡാണ് ഷുഗർ ബീൻസിൻ്റെ. ആ ഒരു ഫാമിൻ്റെ അകത്തൂടെ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ഇരു സൈഡിലുമായിട്ട് ഈ ഷുഗർ ബീൻസ് ഇങ്ങനെ നിൽക്കുന്നതാണ്. കാണുന്ന മൊത്തം ഇതാണ്. ഒരുമാതിരി ഏക്കർ കണക്കിന് ഉണ്ട്. ഒന്നുകൂടി നമുക്ക് അടുത്ത് കാണിച്ചാൽ ഇതാണ് സംഭവം. ഇതാണ് ചെടിയുടെ ഇല. ഒക്കെ പാകമായതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷുകാർ എന്നോട് പറയുന്നതിന് മുമ്പ് വരെ എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം. ഷുഗർ ബീൻസ് ഇവർ പറഞ്ഞാലും ഇത് ഷുഗർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനുശേഷം അവർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ അതിനുശേഷമാണ് എനിക്കും മനസ്സിലായത് സംഭവം ഇങ്ങനെയാണെന്നുള്ള കാര്യം.